അലൈക്കും. അൽഹംദുലില്ലാഹ്, അങ്ങനെ ഞങ്ങൾ മസ്ജിദുൽ ഖിബ്ലത്തൈനിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ മദീന ഹറമിൽ എത്തിയിട്ടില്ല. ഞങ്ങൾ യാത്രേന്റെ ഇടയിലാണ് വന്നിട്ട് ഇവിടെ സിയാറത്ത് ചെയ്യുന്നത്. ഷെസ്മോൾ നല്ല ഉറക്കത്തിലാണ് കേട്ടോ. ഇസ്ലാമിക ചരിത്രത്തിലെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന പള്ളിയും കൂടിയാണ് മസ്ജിദുൽ ഖിബ്ലത്തൈനി. ലോകത്ത് 2 ഖിബ്ലയുള്ള പള്ളി അത് മദീനയിൽ മാത്രമാണുള്ളത്. ആ പള്ളിയാണ് ഈ കാണുന്ന മസ്ജിദുൽ ഖിബ്ലത്തൈനി. മദീന ഹറമിൽ നിന്നും 4 കിലോമീറ്റർ ദൂരമാണ് മസ്ജിദുൽ ഖിബ്ലത്തൈനിലേക്കുള്ളത്. ബനു സലമ പള്ളിയും കൂടി നിന്ന സ്ഥലം കൂടിയാണ് മസ്ജിദുൽ ഖിബ്ലത്തൈൻ നിൽക്കുന്നത്. ഇപ്പോൾ ഹബീബായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നേ. മദീനയിലെ ചില പ്രത്യേക സാഹചര്യങ്ങൾ കാരണം 17 മാസക്കാലം തിരിഞ്ഞു നിസ്കരിച്ചിരുന്നത് ബൈത്തുൽ മുഖദ്ദസിലോട്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ താല്പര്യപ്രകാരം ഇവിടെ നിന്നാണ് കിബില മാറ്റം നടന്നത്. 4 റക്അത്തുള്ള ഒരു ളുഹർ നമസ്കാരത്തിന്റെ ആദ്യ 2 റക്അത്ത് മസ്ജിദുൽ അഖ്സയെ മുന്നിട്ടും ആ നിസ്കാരത്തിൽ തന്നെ തിരിഞ്ഞ് കഅബയിലേക്ക് തിരിഞ്ഞാണ് ആ നിസ്കാരം പൂർത്തിയാക്കുന്നത്. അതുകൊണ്ട് തന്നെ മസ്ജിദുൽ ഖിബ്ലത്തൈനി 2 കിബിലകളുള്ള പള്ളി എന്ന് അറിയപ്പെടുന്നു. ഇവിടെ വന്ന് നിസ്കരിക്കുന്നതിന് പ്രത്യേകമായ സുന്നത്തുണ്ട്. ആയിരക്കണക്കിന് ആളുകളാണ് പള്ളിയിൽ ഇപ്പോൾ നിസ്കരിച്ചു കൊണ്ടിരിക്കുന്നത്. മദീന ഹറമിലോട്ട് വന്നാൽ മസ്ജിദുൽ ഖിബ്ലത്തൈനിലേക്ക് വരണം. അവിടുന്ന് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം. ദുആക്ക് ഉത്തരം കിട്ടുന്ന ഭാഗം കൂടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആഗ്രഹങ്ങൾ സഫലീകരിച്ച പള്ളിയും കൂടിയാണിത്. ഇപ്പോൾ ഈ കാണുന്ന കിബിലയാണ് പഴയ കിബില. ഇതാണ് പള്ളിയുടെ ഉൾവശം വരുന്നത്. ഈ കാണുന്നതാണ് പുതിയ കിബില. ഈ ഭാഗം തിരിഞ്ഞു നിൽക്കുന്നത് കഅബയുടെ ഭാഗത്തേക്കാണ്. പഴയ കിബിലയുടെ ഭാഗത്തേ കൂടിയാണ് ഇപ്പോഴുള്ള പുറത്തേക്കുള്ള വഴി. ഇൻഷാ അല്ലാഹ് ഇനി ഞങ്ങൾ മസ്ജിദുൽ ഖിബ്ലത്തൈനിൽ നിന്നും നേരെ മദീനയിലോട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ഓക്കെ, ബൈ.